സെഡ് ബിഫോർ എനിക്ക് എക്സാംസ് കാരണം ഞാൻ കോളേജിലും പിന്നെ ഇവര് എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ഒരു വീഡിയോ ആണിത്. സോ ഞാൻ സോൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എത്രയും വീഡിയോസ് എടുക്കാൻ പറ്റും, നീ അത് എടുത്തോ, ബാക്കിയുള്ളത് ഞാൻ എടുക്കാം എന്നൊക്കെ. കുറച്ച് സമയം എടുത്തു, എൻ്റെ എക്സാം കഴിഞ്ഞ് കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്തിട്ട്. ബട്ട് ദേ വെർ ലേറ്റ്. യാ, സോ ക്യാമറമാൻ സോനു ആയതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് അൺഈവൻ വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ ഇതാ ഞാൻ അവിടെ നിൽക്കുന്നു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി കയറി സെറ്റാവാൻ കുറച്ച് നേരം എടുത്തു. പിന്നെ കേട്ടിയിലൂടെ ഉള്ളതുകൊണ്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അതിൽ കുറച്ച് ബിസിയായി, മനുഷ്യനിരിക്കാൻ പോലും സ്ഥലം തന്നില്ല ഇവരുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റെഡി ടു ഗോ ആയിരുന്നു. Hi. Hi. Vlogging. Hi. Sit down. Ketu. Do you know these people are very late? Should have been there. Food. എന്നിട്ട് the clarity is nice though. മമ്മി കാണണ്ട പിന്നെ ചട്നി പൊടി ഉണ്ടാക്കി. You can't kiss her because of the tick ka. ഞങ്ങളുടെ എൻഗേജ്മെന്റ് വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോഗ്രാഫറായ വർഷത്തെ മേനോൻ വീഡിയോയിൽ എന്തെങ്കിലും ഡിഫക്ട്സ് വന്നു കഴിഞ്ഞാൽ you are the one and only reason. There's not gonna be any defect here. Come on. I'm a good videographer, so yeah. എക്സാം എല്ലാം സൂപ്പർ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെട്രോൾ ബങ്ക് കയറിയിട്ട് പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ഓൾമോസ്റ്റ് ഹാഫ് വേ എത്തിക്കഴിഞ്ഞു. പിന്നെ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടികളുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുക, അതൊക്കെ ആയപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി. കുറേ വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കൂടെ 2 കുട്ടികളുള്ളത് കൊണ്ട് അവരെ നോക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, സംസാരിക്കാനും പറ്റിയില്ല. അപ്പോൾ എന്തായാലും രാവിലെ ആയപ്പോൾ എത്തി. ഇനി അടുത്തത് കുറച്ച് അമ്പലങ്ങളുണ്ട്, അപ്പോൾ അമ്പലത്തിലൊക്കെ കയറി അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം എന്താവും കാണാം. Day 2. Day 1. Sorry. Day 1. എൻ്റെ അമ്മയുടെ കുടുംബ വീടൊക്കെ പോയിട്ട് നോക്കിയിട്ട് വരികയാണ്. ആ തറവാട്. യെസ്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ തറവാട്. എൻ്റെ അമ്മയുടെ എൻ്റെ കാറ്റൊക്കെ വെള്ളം. Benny. Only for the video. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. എത്തിയിട്ട് 1 മണിക്കൂറായി. കുറച്ച് നേരം കിടന്നു, റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ഞങ്ങൾ മേക്കപ്പിൻ്റെ ട്രയൽ നോക്കാൻ വേണ്ടി പോവാണ്. അടുത്താണ്, സോ ട്രയൽ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ മേക്കപ്പ് ട്രയലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ചായ കുടിക്കാൻ പോകണം.
ദാ ഇവിടെ വേർത്ത് കുളിക്കുന്നുണ്ട് guys. കുളിക്കേണ്ട ആവശ്യമില്ല, വേർപ്പന്നെ നമ്മളെ ഓ മൈ ഗോഡ്. അതിൻ്റെ ഇടയ്ക്ക് കൊതു വരെ കടിക്കിട്ട്. Ernie, you have anything to say? Tomorrow is our engagement. അല്ല, ഒരാൾക്ക് കൊതു, പിന്നൊരാൾക്ക് ലൈറ്റ് ആംബിയൻസ് ഒക്കെ അടിപൊളി. Okay, വന്നെത്താ. Why are we going here? എന്റെ ചേച്ചിയായ രചന മേനോൻ. Please explain why we are going here. Because I forgot to get my dress. How responsible. അവിടെ ഒന്നും കിട്ടിയില്ല, അപ്പോൾ സെർച്ചിങ് ഫോർ കളർ ടോപ്പ്. യെസ് ഷുവർ. സോ ബേസിക്കലി ഒരാൾ വന്നിട്ട് എൻഗേജ്മെന്റിന് ഇടാനുള്ള തുണി എനിക്ക് വന്നിട്ട് പോയി. സോ വി ആർ ഗോയിങ് ഡ്രസ് ഹണ്ടിങ്. ഇതാണ് രചന മേനോൻ. ലെറ്റ്സ് ഗോ ഡ്രസ് ഹണ്ടിങ് ഗൈസ്. ആദ്യത്തെ കടയിൽ കയറി ഒന്നും കിട്ടിയില്ല, അപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. മാച്ചിങ് ഡ്രസ് നോക്കിയിട്ട് അത് മാച്ചിങ് ഓൺലി ബ്ലൂ കളർ, വേറെ കളറൊന്നും അതെ, വേറെ ഒരു കളറും മിസ്സിന് എടുക്കാൻ പറ്റില്ല. What? Plan drop. What was the new plan? They don't know. I didn't take the video. Trying on her engagement lehenga. ഇതൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഭയങ്കര തണുപ്പ. വെരി എക്സോസ്റ്റഡ്. മേലെ പോവാം. യെസ് ഓക്കെ. എവിടെ ഓക്കെ എവിടെ ഇങ്ങനെ പോവാ. ഓക്കെ ഹലോ. ആ ഓക്കെ ഓക്കെ. ലിഫ്റ്റ് കയറാണ് ഗൈസ്. ലിഫ്റ്റ് കയറുന്നു. ന്യൂ പ്ലാൻ ഗോയിങ് ടു ട്രെൻഡ്സ്. അവർ പോയിട്ട് വരുന്നുണ്ടോ? ഞങ്ങള് ആ തുണി സ്റ്റിൽ ഇഫ് ദ പ്ലാൻ ഡ്രോപ്സ് ഈ തുണി തന്നെയായിരിക്കും. ബിഫോർ ലുക്ക്. ഞങ്ങൾക്ക് ബിഫോറും ആഫ്റ്റർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എൻഗേജ്മെൻറ്റ് മാത്രമല്ല, ഇവിടെ എൻഗേജ്മെൻറ്റിന് ചെയ്യേണ്ട റീൽസും ഇവന്മാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്. ഹലോ ചേച്ചി പറ. കഴിയോ? അതൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ കുടിച്ചാൽ മതി. ഇപ്പൊ കഴുകിയാലെന്താ കഴിക്കില്ലെന്താ പോരാ. ഗുരുവായൂരിലത്തെ പാൽപ്പായസം അന്നം കാണാത്ത കുട്ടികളെ കുടിക്കുക. എല്ലാവർക്കും കുറച്ച് കൊടുക്കാം. അച്ഛക്ക് ഒരു ഗ്ലാസ് കഴിച്ചു. You took the glass. അവിടെ കൊടുത്തേക്കാ. അങ്കിളും ഉണ്ട്. അത്ര മതി. എനിക്ക് ഇത്ര എല്ലാവർക്കും കൊടുക്കും. അങ്കിളും അച്ഛനെന്താണ് ഉദ്ദേശിച്ചത്? ഷുഗറുള്ള അമ്മ മോന്തി കുടിക്കും.